ലണ്ടൻ, തിളങ്ങുന്ന വാസ്തുവിദ്യയുടെ അത്ഭുത നഗരം, ഗർക്കിൻ, ടെന്നീസ് റാക്കറ്റ്, പിന്നെ ഹൗസ് ഓഫ് കാർഡ്സ്. പക്ഷേ എന്താണ് ആ പരിചയമുള്ള ശബ്ദം? അതിനി ഒരുപക്ഷേ പണിയായനെ. ഇനി ലോകത്തെ ഏറ്റവും വലിയ 12ാമത്തെ സൈഡ് കിക്ക് പെൻഫോൾഡ് മനോഹരമായി നിർമ്മിച്ച പുതിയ സീരീസിന്റെ ആദ്യത്തെ വരി സംസാരിക്കും. ഒന്ന് നിന്നേ, ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് ഏജന്റ് ഡേഞ്ചർ മൗസ് എവിടെ പോയി? ഇതൊരു സെക്കൻഡ് പോലും എടുക്കില്ല. അക്കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു പെൻഫോൾഡ്. ഓട്ടോ പൈലറ്റ് ഇത്ര സ്ലോ ആവുന്ന എനിക്ക് അറിയാമായിരുന്നു. അവൻ അവിടെ ഇവിടെ പെൻഫോൾഡ്, ആ ഫ്രോക്സ് ലെറ്റ് ഫ്ലൈ. അതെ, നമ്മുടെ ഹീറോസ് ആ വില്ലനായ വൈസ്രോയി ബാരൺ സിലാസ് ഗ്രീൻബാക്കിനെ പിന്തുടരുകയാണ്. ഒന്ന് നിന്നേ, അത് ബാരൺ അല്ല, അത് പഞ്ചാമിനിയനാണ്. ബാരന്റെ ട്രേഡ് മാർക്ക് വണ്ടിയിൽ അവൻ എന്തു ചെയ്യുന്നു? ഞാനിത് ഈബേയിൽ വാങ്ങിയതാ. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ബാരൺ ഗ്രീൻബാക്ക് എവിടെ പോയി? എന്റെ ഊഹം അനുസരിച്ച് ഇദ്ദേഹം അടുത്ത കാലം വരെ ക്രൈമിലെ തർക്കമില്ലാത്ത രാജാവും ഡേഞ്ചർ മൗസിന്റെ മുഖ്യ ശത്രുവുമായിരുന്നു. എന്റെയും ഈ ഷോയുടെയും പ്രിയ സുഹൃത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം, ബാരൺ സിലസ് ഗ്രീൻബാക്ക്. ഇതൊന്നും ചുരുക്കാമോ? 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ലോകം തകർക്കാനുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാ. ഈവിൽ ജീനിയസ് എന്ന നിലയിൽ എന്റെ ദിവസങ്ങൾ കഴിഞ്ഞു. എന്തായാലും ഈവിൽ ബാക്കിയാണ്. ഗ്രാവിൻ ബോ ആക്ടിവേറ്റ് ചെയ്യോ. ശരി ചീഫ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ സൈഡ് പെൻഫോൾഡ്. അത് പക്ഷെ പറയണമായിരുന്നു. ഇപ്പോഴൊക്കെ എനിക്ക് ആളുകളെ സഹായിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ച പണമെല്ലാം ചാരിറ്റിക്ക് വേണ്ടി ഫണ്ട് ചെയ്തത്. ഭൂമിയിലെ പഴയ ശത്രുക്കളെ ഞാൻ പിന്മാറുകയാണ്. മറ്റു ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് പറയാൻ പറ്റും, ഡേഞ്ചർ മൗസ്. ഹോൾഡ് ഓൺ, ഞാൻ ഷോർട്ട് കട്ട് എടുക്കുക. ഗ്രീൻബാക്ക് സെക്യൂരിറ്റിയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പനിയാക്കാൻ എന്നെ സഹായിച്ചത് നിയമത്തിന്റെ തെറ്റായ വശത്തെ എന്റെ അനുഭവങ്ങളാണ്. ഒരു ദിവസം എനിക്ക് അനുവദിച്ചിരുന്നു. നിങ്ങളൊരു പുതിയ ഓട്ടോമേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം വികസിപ്പിച്ചതായി ഞാൻ കേട്ടല്ലോ. നിങ്ങൾ അതിന്റെ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ചുകൂടി മെച്ചമാണ്. സത്യത്തിൽ ഞാനൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായി തരാൻ വേണ്ടി. നീ നശിക്കും ഡേഞ്ചർ മൗസ്, ഞാൻ നശിപ്പിക്കും. അങ്ങനെയാവും പഴയ ഗ്രീൻബാക്ക് പറഞ്ഞിട്ടുണ്ടാവുക. സാർ, കേണൽ കെ, ഞാൻ നിങ്ങളെ... അയ്യോ, ഞാൻ വീണ്ടും അത് ചെയ്തല്ലോ. അത് സാരമില്ല യുവർ മജസ്റ്റി. തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ എന്റെ ഹോളോഗ്രാമിനെയാണ് എനിക്ക് പകരം അയച്ചത്. ലിക്വിഡ് ഡിസ്റപ്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്ടിവേറ്റ് ചെയ്യോ. ശരി. സ്പ്ലാറ്റ് കാനൻസ് ഫയർ ചെയ്യോ. ഓ, ഞാൻ ഏറ്റു. പഞ്ചാമിനിയൻ, അവിടെ ഇരുന്നോ നീ? വളരെ നന്നായിട്ടുണ്ട് ഡേഞ്ചർ മൗസ്.
നാശം. $12 വിലയുള്ള ഒരു മോഷ്ടിച്ച കസേരയ്ക്ക് വേണ്ടി നീ ലണ്ടൻ നഗരം മുഴുവൻ തകർത്തു കളഞ്ഞല്ലോ DM. അത് ബാറിനാണെന്നാ ഞാൻ കരുതിയത്. ഗ്രീൻബാക്ക് ഇപ്പോഴൊരു വില്ലനല്ല DM. അവൻ അതൊരു ചാറ്റ് ഷോയിൽ പറഞ്ഞു. ഇതിനപ്പുറം എന്ത് തെളിവ് വേണം നിനക്ക്? കേണൽ, ചീഫിന് അങ്ങനെ തെറ്റ് പറ്റാറില്ലല്ലോ. ആ ഫാൻസി ഡ്രസ് പാർട്ടി ഏലിയൻ ഇൻവേഷനായി കരുതി പിന്നെ അമ്മയെ വിളിച്ച് കരഞ്ഞ 5 വയസ്സുകാരനെ സ്പേസിലേക്ക് വിട്ടത് മാത്രമല്ല പ്രശ്നം, അതും തിരിച്ചു വരാത്ത വിധം. അതിനെക്കുറിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമില്ല പെൻഫോൾഡ്. നഗരം വീണ്ടും പണിത് സീക്രട്ട് സർവീസ് പാപ്പരായി. മാത്രമല്ല സീരീസ് ബഡ്ജറ്റ് സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി തകർത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ നറേറ്ററോട് തന്നെ ഇൻട്രോ മ്യൂസിക് ചെയ്യാൻ പറയേണ്ടി വന്നു. സമയമായിട്ടില്ല. ഐ ആം സോറി DM. നിന്നെ ഫയർ ചെയ്യാൻ എനിക്ക് ഓർഡർ കിട്ടി. ഇപ്പൊ തന്നെ. ഡേഞ്ചർ മൗസിനെ ഫയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യും. അത് കഷ്ടമായി പോയി. എവിടെയാ ജോലി ചെയ്യുന്നേ? ഇവിടെ. ഞാനില്ലെങ്കിൽ പിന്നെ ആരാ ലോകം രക്ഷിക്കുന്നേ? അത് കഷ്ടമാണ് DM. ബാരൻ ഞങ്ങൾക്ക് അയാളുടെ പുതിയ ഓട്ടോമേറ്റഡ് സാധനം റീപ്ലേസ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പ്രൊഫസർ, ആ സാധനം എത്തിയായിരുന്നോ? നമ്മൾ സംസാരിക്കുമ്പോ തന്നെ ഞാനത് തുറന്നു നോക്കുവാ. അതാ നശിച്ച ചേസ് സീക്വൻസ് കാരണമാ. അതിന് നല്ല വിലയുണ്ടായിരുന്നതുകൊണ്ട് സെറ്റ് ഷെയർ ചെയ്യേണ്ടി വന്നു. അത് സേഫ്റ്റി മോസ് ആണ്. അത് ഓൺ ചെയ്യ. ആദ്യം സെക്യൂരിറ്റി സ്കാൻ. ഐ പാച്ച് ആക്ടിവേറ്റ് ചെയ്യും. അല്ല ഐ പാച്ചോ, എനിക്കൊന്ന് ഏജൻസ് മാത്രം. ഞാനത് മാനുവലിലിട്ടു. ഗ്രീൻബാക്ക് സെക്യൂരിറ്റി അവതരിപ്പിക്കുന്നു സേഫ്റ്റി മൗസ്. ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിൽ ഏറ്റവും പുതിയത്. ഞാനൊരു ഈവിൽ ജീനിയസ് ആണ്. ഞാനാണിനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. ഇനി ബട്ടൺ അമർത്തിക്കോളൂ. എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ അല്ലേ? നശിക്കാത്ത മെറ്റലായി അലോയ് ഉപയോഗിച്ചാണ് സേഫ്റ്റി മൗസ് നിർമ്മിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഉപയോഗിക്കാം. സേഫ്റ്റി മൗസിന് സ്വന്തമായി പോർട്ടബിൾ ജയിലുണ്ട്. ഒരു ഡേഞ്ചർ മൗസിനേക്കാൾ നല്ലതല്ലേ ഒരു സേഫ്റ്റി മൗസ് കുട്ടികളെ? ഇനി ഞാൻ പുറത്തു വന്നോട്ടെ. ഇതിന് ടോസ്റ്റർ സ്ലോട്ടുകൾ പോലുമുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം കേണൽ, ബാറിന് എന്തോ ഉദ്ദേശമുണ്ട്. ബാരൻ ആകെ മാറി DM. മറ്റൊരാളും കൂടി മാറേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണ്. ശരി കേണൽ, എനിക്ക് മനസ്സിലായി. അവസാനമായി ഒരു കാര്യം കൂടി. നിന്റെ ബാഡ്ജ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പെൻഫോൾഡ്, അതും ജീവന് യാതൊരു ഭീഷണികളും ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ വേറെയുണ്ട്. ഇതിനെ കുറിച്ച് ആലോചിച്ചാലോ? ഇതിൽ ഒരുപാട് ഗാഡ്ജറ്റ്സും ഹെയറി മോൺസ്റ്റേഴ്സും ഉണ്ട്. കേട്ടിട്ട് കൊള്ളാലോ. അത് എന്താ ജോലി? ബാർബർ. നോക്ക്, ലോകം മുഴുവനും രക്ഷിക്കുന്നതാണ് എന്റെ ജോലി പെൻഫോൾഡ്. പുതിയ സേഫ്റ്റി മൗസ് എങ്ങനെയെങ്കിലും കുഴപ്പത്തിലാകണമെന്നാ എന്റെ ആഗ്രഹം. പുതിയ സേഫ്റ്റി മൗസിന്റെ മൈസും മൈസിക്കിൾസും അവിശ്വസനീയമായ രീതിയിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ലോകത്തിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇപ്പോൾ സുരക്ഷിതമാണ്. ബാരൻ ഗ്രീൻബാക്കിന്റെ പുതിയ കണ്ടുപിടുത്തത്തിന് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. നോക്ക്, എനിക്ക് നന്നായിട്ട് അറിയാം ബാരൻ എന്തോ ഉദ്ദേശമുണ്ട്, പക്ഷെ എനിക്കത് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ശരിയാണ്, നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. നീ ഡേഞ്ചർ മൗസ് ആണ്. നിനക്ക് എന്നു മുതലാണ് ഒരു സീക്രട്ട് ഏജന്റ് ആകാൻ ബാഡ്ജ് ആവശ്യമായി വന്നത്? എനിക്കും തോന്നുന്നു എനിക്കൊരു സീക്രട്ട് ഏജന്റ് ആവാൻ പറ്റുമെന്ന്. നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കെറ്റിൽ ഓൺ ചെയ്ത് TV കാണാനോ? പെൻഫോൾ, നമ്മൾ അകത്തേക്ക് പോവുകയാണ്. എന്താ? പക്ഷെ ഞാൻ ജസ്റ്റ്
വേണമെങ്കിൽ നമുക്ക് അകത്തൊരു ടൂറൊക്കെ നടത്താം. അതെ, പക്ഷേ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മറക്കണം. ഭാഗ്യത്തിന് വേഷം മാറാനുള്ള പെർഫെക്റ്റ് ട്രെയിനിങ് എനിക്ക് അവർ തന്നിട്ടുണ്ട്. മറക്കരുത് പെൻഫോൾഡ്, കൂട്ടത്തിൽ ചേരണം. ഒരു ചോദ്യം ചീഫ്, എന്താണ് 2 വാക്കുള്ള ജിയിൽ തുടങ്ങുന്ന സർപ്രൈസ് തോന്നുന്ന കാര്യം? ഗുഡ് ഗ്രീഫ്. താങ്ക്സ് ചീഫ്. നോക്ക്, സ്റ്റിലറ്റ് ഒന്നിനും കൊള്ളില്ല. പറഞ്ഞത് ശരിയാ, അവന്റെ വിസിലടി ശരിക്കും ഓഫ് കീ ആണ്. നമുക്കതിലൊരു ഡിവൈസ് വേണം. ചീഫ്, എന്നൊന്ന് വിട്. ഇവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സിസ്റ്റംസ്. ഇടയ്ക്കിടെ സിസ്റ്റം തകരാറിലാകാറുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. ഓയ് പെണ്ണേ, നന്നായിട്ടുണ്ട് പെൻഫോൾഡ്, നിന്നെ നമുക്കൊരു നല്ല ഡേഞ്ചർ ഏജന്റ് ആക്കാം. ശരിക്കും അത് വേണോ? ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇത് ബാരൻ ഗ്രീൻ ബാഗ്. അധികം വൈകാതെ ഈ ലോകം മുഴുവൻ, അധികം വൈകാതെ ഈ ലോകം മുഴുവൻ, അധികം വൈകാതെ ഈ ലോകം. എനിക്കറിയായിരുന്നു അധികം വൈകാതെ ഈ ലോകം മുഴുവൻ എന്റെ മെസ്സേജിനെ കുറിച്ച് അറിയുമെന്ന്. കേണൽ കെ ഇത് കണ്ടിരിക്കും. ഈ ലോകത്തിലെ നേതാക്കളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സേഫ്റ്റി മൗസ് എന്റെ പക്കലുള്ളത് എനിക്ക് അഭിമാനം നൽകുന്നു. പക്ഷേ എല്ലാവരും സുരക്ഷിതരാകുന്നത് വരെ എനിക്ക് പൂർണ്ണമായും സന്തോഷിക്കാനാവില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ. ദൈവമേ, ഇനി നിനക്ക് ഇങ്ങനെ കറങ്ങി നടന്ന് ഇവിടെയുള്ള പൊതുജനങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആരെങ്കിലും ഇതിൽ നിന്ന് തന്നെ പുറത്തുവിട്, അല്ലെങ്കിൽ എന്റെ മൂക്കെങ്കിലും ചൊറിഞ്ഞതാ. ബാരനെ കുറിച്ച് എനിക്ക് നല്ലതൊന്നും പറയാനില്ല. ഞാനിത് തെളിയിച്ചു തരാം. പ്രൊഫസർ, അനുവാദം തരൂ വേഗം. ഇത് ബാരൻ ഗ്രീൻ ബാഗ്. അധികം വൈകാതെ തന്നെ ലോകം മുഴുവൻ സുരക്ഷിതമാകും. സേഫ്റ്റി മൗസിന് നന്ദി. ഇത് കണ്ടെത്തിയാൽ ഗ്രീൻ ബാഗ് സെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോകും. വളരെ നന്ദി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ശരിക്കും ഉറപ്പായിരുന്നു. ചീഫിന് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. പെൻഫോൾഡ്, മിണ്ടാതിരിക്കെ. അങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ ആജീവനാന്ത ശത്രുവിന്റെ ഡ്രൈവറായി മാറുകയാണ്. നറേറ്റർ, നീ മിണ്ടരുത്. ആയിക്കോട്ടെ. ഇതൊക്കെ ഇങ്ങനെ ആയതിൽ എനിക്ക് വിഷമമുണ്ട്. പഴയതൊക്കെ മറന്ന് നല്ല കൂട്ടുകാരാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാൻ ഒരു വലിയ മനസ്സിനെ സാധിക്കൂ ചീഫ്. ആ, നീ പറഞ്ഞത് ശരിയാ പെൻഫോൾഡ്. ഞാൻ പോയി മാപ്പ് ചോദിക്കാം. ആ, എന്റെ പ്ലാനൊക്കെ നന്നായി നടന്നു. ഞാൻ സഹായിക്കണോ? പിടികിട്ടി. നീ വളരെ വൈകിപ്പോയി ഡേഞ്ചർ മൗസ്. DM, പ്രൊഫസർ ഒരു പുതിയ സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ആ ബാരണിന് സേഫ്റ്റി മൗസിലൂടെ ഓരോ വസ്തുക്കളെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഞാനിത് അപ്പോഴേ ഊഹിച്ചതാ കേണൽ. അവനിപ്പോ ലോകത്തുള്ള എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഒരു സേഫ്റ്റി മൗസ് ഉണ്ട്. എന്നെയും കൂടി ചേർത്തോ? ഓ, കേണൽ, നോ! മനോഹരമായ ലോകം. ഞാൻ നിങ്ങളെ ഈ റൈഡിന് കൊണ്ടുപോയപ്പോൾ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ലോകം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും മുറുകെ പിടിച്ചോളൂ. ഇപ്പോൾ ഡെലിഗേറ്റ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ എന്തായാലും അതിനോട് യോജിക്കാൻ തയ്യാറായിരുന്നില്ല. എപ്പോഴും പറയുമായിരുന്നു ഈ ലോകം ഞാൻ ഒരു ദിവസം ഭരിക്കുമെന്ന്. അതെ, ഞാൻ ഭരിക്കുകയാണ്. ബം ബം ബം. ഒന്ന് മിണ്ടാതിരിക്ക. മോശം. കേണലിനെയും പ്രൊഫസറിനെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. നമ്മൾ വീണ്ടും ലോകം രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്നാ തോന്നുന്നത്. അതിന് നിന്റെ സഹായം വേണം എനിക്ക്. ചീഫ്, ഒരു റൂമിലെ പെയിന്റിങ്ങിന്റെ കണ്ണുകൾ നമ്മളെ പിന്തുടരുമെന്ന് കേട്ടിട്ടില്ലേ? അതെ, പക്ഷെ ഒരു പെയിന്റിംഗ് ഇറങ്ങി നടക്കുന്നതായി കേട്ടിട്ടുണ്ടോ? കേണൽ, ഞങ്ങൾ കരുതി നിങ്ങൾ അയാളെ കിഡ്നാപ്പ് ചെയ്തെന്ന്. അപ്പോ ചെയ്തില്ലല്ലേ? എനിക്ക് തോന്നുന്നു അവസാന നിമിഷം എന്റെ ഹോളോഗ്രാമായി ഞാൻ സ്വാപ്പ് ചെയ്തെന്ന്. എന്നെ പിടിക്കണമെങ്കിൽ അവൻ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. അപ്പൊ പ്രൊഫസറിന്റെ കാര്യം? എനിക്ക് തോന്നുന്നു അവൾ അവളുടെ ഏതോ കണ്ടുപിടുത്തം അവളുടെ രക്ഷയ്ക്ക് ഉപയോഗിച്ചു കാണുമെന്ന്. അവൾ അവളുടെ ഏതെങ്കിലും ടെക്നോളജിയിൽ ഇപ്പോ ഒളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ഒരു വിളക്കായിട്ട് അഭിനയിക്കേണ്ടി വരും. പ്രൊഫസർ, നിങ്ങൾ സേഫ് അല്ലേ? നമ്മൾ ആരും തന്നെ ഇനി ഒരിക്കലും സേഫ് അല്ല. ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു DM. ഇനി എത്ര സമയം വേണ്ടി വന്നാലും ഞാൻ നിന്നോടൊപ്പം നിന്ന് അവനെതിരെ പൊരുതും. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഓ, മാഗ്നറ്റിക് കോമ്പാക്ട് ബോൾ എനിക്കോ? ഇല്ല, പക്ഷെ ഇത് നിനക്കുള്ളതാണ്.
ഏജന്റ് ടിൻ ഓപ്പണർ, സൺ ക്രീം, ടോയ്ലറ്റ് റോൾ. കുറച്ച് തിരക്കുണ്ട് പെൻഫോൾഡ്. അല്ലെങ്കിൽ ഇവിടെ ആർക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ലല്ലോ. എല്ലാവരും റെഡിയല്ലേ? അതെ, എല്ലാവരും ഒന്ന് നിന്നേ. നിന്റെ ഡ്രസ്സിൽ എന്തോ കുറവുണ്ട് DM. ഇപ്പോൾ നമ്മൾ റെഡിയായി. ഐപാച്ച് ആക്ടിവേറ്റ് ചെയ്യാ. ഓ, ഇത് അടിപൊളിയാണ്. ഇതുപോലെ ഗെയിം എന്തെങ്കിലും ഉണ്ടോ? സോറി, ഫ്രോഗ് സെഡ് ഫ്ലൈയുടെ ലൈഫ് സ്പാൻ ചോപ്പ് സ്പീഡ് സെർച്ച് ചെയ്യാ. അവിടെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോ എന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാം. നിന്റെ വീടോ? ലോകം ഭരിക്കുന്നവൻ എവിടെങ്കിലും താമസിച്ചല്ലേ പറ്റൂ. അപ്പോ നീ എന്താ ചെയ്യുന്നത്? ഏയ് ബാരോണെ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വേഗം സ്റ്റില്ലറ്റോ ഫ്ലയറിനകത്ത് കയറേ. റിംഗ് ടോൺ മാറ്റാൻ എന്നെ ഓർമ്മിപ്പിക്കണം. ഐപാച്ച് ആക്ടിവേറ്റ് ചെയ്യോ. വെറുതെ അകത്ത് കയറാൻ ശ്രമിക്കേണ്ട ഡേഞ്ചർ മൗസ്. എന്റെ ഫ്ലൈ ആർക്കും കയറാൻ പറ്റാത്ത വിധത്തിലാണ് ഉണ്ടാക്കിയത്. നിനക്ക് ഡേഞ്ചർ മൗസിനെ തോൽപ്പിക്കാൻ ഒരു സേഫ്റ്റി മൗസ് ഒന്നും മതിയാവില്ല. അങ്ങനെ യുദ്ധം തുടങ്ങട്ടെ. ഇനി ഇതുപോലുള്ള മുഞ്ചിക്കാവ കാഴ്ചകൾ താഴെ കാണുന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാം. എനിക്ക് പേടി തോന്നുമ്പോ ഞാൻ കഴിക്കാറുണ്ട്. സേഫായി മാറി നിൽക്ക, ഞാനിത് നോക്കിക്കോളാം. ഇനി എന്താ കാത്തു നിൽക്കുന്നേ? അതിനകത്ത് നമ്മുടെ രാജ്ഞിയുണ്ട്. ആ ദുഷ്ടജന്തുവിനെ തകർക്കാൻ ഞാൻ നിനക്ക് ഉത്തരവ് നൽകുകയാണ്. നീ ഡേഞ്ചർ മൗസ് ആണ്. ആ റോബോട്ടിനെ അടിമുടി തകർത്തേക്ക്. ശരി മാഡം. സേഫ്റ്റി മൗസ് നിനക്ക് കിട്ടാൻ പോകുന്ന ഓരോ ഇടിയും റോയൽ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമാണ്. അടിപൊളി. ഇനി 2 എണ്ണമേ ബാക്കിയുള്ളൂ. നീ നശിക്കാൻ പോകുന്നു ഡേഞ്ചർ മൗസ്. നാശമെടുത്തു. നീ അപ്പോ ഒരു ഹോളോഗ്രാം ആണല്ലേ? നീ ഇവിടെ നിൽക്കേണ്ട കാര്യം പോലുമില്ല. അത് ശരിയാണല്ലോ. പിടിച്ചോ. പ്രൊഫസർ, ഈ ബോളുകൾ മെറ്റലിൽ വർക്ക് ചെയ്യുമോ? തീർച്ചയായും. അടിപൊളി. ഭക്ഷണം കൊണ്ട് കളിക്കരുത് എന്റെ റോബോ റാസ്കൽസ്. അവരെ തീർക്ക്. ഡേഞ്ചർ മൗസ്, പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള സമയം. നന്നായിട്ടുണ്ട് ഡേഞ്ചർ മൗസ്. യു ആർ വെൽക്കം. സ്റ്റില്ലറ്റോ, നമുക്ക് പോകാം. ലോക്ക്ഡൌൺ ആകട്ടെ. നിനക്കെന്തല്ല അതിനുള്ളിലൂടെ ആർക്കും കടക്കാൻ കഴിയില്ല ഡേഞ്ചർ മൗസ്. ഹോളോഗ്രാം ഒഴികെ. ലൈറ്റ് ഓഫ് ചെയ്യേ. ഓ, ഈ പഴഞ്ഞ രീതിയാണ് ചെയ്യാൻ എന്റെ പോകുന്നത്. നൈറ്റ് വിഷൻ ഗോഗിൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. നാശം, ഒന്ന് നിൽക്ക്. ലൈറ്റ് വരട്ടെ. ഔ, ലൈറ്റ് ഓഫ് ചെയ്യ. ഞാൻ നിന്നെ തകർക്കാൻ തയ്യാറായി കഴിഞ്ഞു. എനിക്ക് നിന്നെ കാണാനാവും, പക്ഷെ നിനക്ക് എന്നെ കാണാനാവില്ല. നിന്നെ കിട്ടിക്കഴിഞ്ഞു. ബാരോൺ, ഇത് ഞാനാ. ഞാൻ കണ്ണടച്ചു നിന്നേക്കാം. എല്ലാം കഴിഞ്ഞു. ഒടുവിൽ രക്ഷപ്പെട്ടു. പക്ഷെ ലഞ്ച് ടൈം പോലും ആയിട്ടില്ലല്ലോ. എല്ലാത്തിനും സോറി.
വിഷമിക്കേണ്ട DM. ബാരണിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രൊഫസർ ഹാക്ക് ചെയ്ത് അവന്റെ പണം മുഴുവനും സീസ് ചെയ്തു. ഇതുവരെയുള്ള റിപ്പയറുകൾക്കും ഇനി ഒരു 50 ഷൂസുകൾക്കും ഒരു ബ്രാൻഡ് ന്യൂ ഹെഡ്ക്വാർട്ടേഴ്സിനുമുള്ള പണം അതിനകത്തുണ്ട്. ഇതിലൊരു സാധാരണ ഇടം പോലെയാണ് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു എല്ലാം തികഞ്ഞ സീക്രട്ട് സർവീസ് ബേസ് ആയിരിക്കും. നോക്ക്, ഇത് അവിടെ ഉണ്ടെന്ന് ഒരിക്കലും ആരും ശ്രദ്ധിക്ക പോലുമില്ല. ഡേഞ്ചർ മൗസ്, ഇതൊരു തുടക്കം മാത്രം. ഭ്രാന്തും തിന്മയും നിറഞ്ഞ ഒരു ലോകം നിന്റെ വഴിയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കാണാൻ എനിക്ക് കൊതിയാകുന്നു. നീ തയ്യാറായിക്കോ, നിന്റെ നാശമെടുത്തിരിക്കുന്നു. പെൻഫോൾ, വേഗം ഒരു കെറ്റിലെടുത്ത് വെക്ക. ഇതൊരു തിരക്കുള്ള വർഷമായിരിക്കും എനിക്ക് തോന്നുന്നത്. അതെ, ഡേഞ്ചർ മൗസ് തിരികെ എത്തി കേണലിന്റെ ഹോളോഗ്രാം എങ്ങനെ വർക്ക് ചെയ്തു എന്നതടക്കമുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നതാണ്. അതായത് അതിന് ചുമരുകളിലൂടെ സഞ്ചരിക്കാനാകും, പക്ഷെ ഒരു റോബോട്ടിന് അതിനെ പിടിച്ചുകെട്ടാമെന്നോ? ഓ, അത് കുറച്ച് കടുപ്പമുള്ള കാര്യമാണല്ലോ. ഇനി എന്ത് ചെയ്യും? അതായത് ഒരു ഹോളോഗ്രാം കേണലിന്റെ അനക്കങ്ങൾ കോപ്പി ചെയ്യുക മാത്രമല്ല, സ്വയം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായ ഉത്തരം എഴുത്തുകാരുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. I wouldn't bet on it. To find out, tune in to the next thrilling installment of Danger Mouse. He's the greatest.